ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പഴയ കുർത്തി ഞാനിവിടെ ഷോർട്ട് ടോപ്പാക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുർത്തിയുടെ സ്കേർട്ട് പാർട്ടും ടോപ്പ് പാർട്ടും തമ്മിൽ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു. ഇതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു പാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ നെക്ക് ലെങ്ത് കുറവായതുകൊണ്ട് ഞാനൊന്ന് ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഫാബ്രിക്ക് ഞാനിവിടെ ചേർത്ത് വച്ചതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. ഞാനിവിടെ 10 ഇഞ്ച് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു കട്ടിങ് കഴിഞ്ഞു. അതിനുശേഷം സ്കർട്ട് പാർട്ടിൽ നിന്നും ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത് 17.5 ഇഞ്ചും വിഡ്ത്ത് 37 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ദെൻ ചെറിയൊരു പ്ലീറ്റ് ഇട്ടിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഈ ഒരു സ്കർട്ട് പാർട്ടിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഈ ഒരു നെക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഒരു നല്ല വശം പുറത്തോട്ടെടുത്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഈ ഒരു പ്ലേറ്റ് ഇട്ട ആ ഒരു ഫാബ്രിക്കും ഈ ഒരു ടോപ്പ് പാർട്ടും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ആദ്യം ചെറിയ ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള പഴയ കുർത്തിയൊക്കെ നമുക്കിതുപോലെ തന്നെ പുതിയ മോഡലാക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വീണ്ടും മുന്നേ ചെയ്തതുപോലെ തന്നെ ആ രണ്ട് പാർട്ടും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ സ്ലീവ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് കട്ടിങ്ങിനായിട്ട് ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്ലീവാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ചെറുതായിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ഞൊറി ഇട്ടിട്ട് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ഇതുപോലത്തെ പുത്തൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.